14-ാം നൂറ്റാണ്ടിൽ ലോകത്തെമ്പാടും സഞ്ചരിച്ച് ചരിത്രത്തിൽ തന്റേതായ ഇടം നേടിയ പ്രശസ്തനായ അൽ മൊറോക്കൻ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. സ്വന്തം ജന്മദേശമായ മൊറോക്കോയിലെ ടാഞ്ചിയറിൽ നിന്ന് തന്റെ 21-ാം വയസ്സിൽ ഹജ്ജ് തീർത്ഥാടനത്തിനായി തുടങ്ങിയ ആ യാത്ര പിന്നീട് 30 വർഷത്തോളം നീണ്ടുനിന്ന ലോകസഞ്ചാരമായി മാറുകയായിരുന്നു. വടക്കേ ആഫ്രിക്ക, മധ്യപൂർവേഷ്യ, മധ്യേഷ്യ, ഇന്ത്യ, ചൈന തുടങ്ങിയ വിശാലമായ പ്രദേശങ്ങളിലൂടെ ഏകദേശം 1,17,000 കിലോമീറ്ററിലധികം ദൂരമാണ് അദ്ദേഹം അക്കാലത്ത് സഞ്ചരിച്ചു തീർത്തത്. തന്റെ ദീർഘമായ യാത്രകൾക്കിടയിലാണ് ഇബ്നു ബത്തൂത്ത അന്നത്തെ പ്രധാന കച്ചവട കേന്ദ്രവും തുറമുഖ നഗരവുമായ മലബാറിലേക്ക്, അതായത് കേരളത്തിലേക്ക് എത്തിയത്. സാമൂതിരിയുടെ ഭരണത്തിൻ കീഴിൽ സമൃദ്ധമായിരുന്ന കോഴിക്കോട് നഗരത്തെക്കുറിച്ച് അദ്ദേഹം തന്റെ യാത്രാ വിവരണങ്ങളിൽ പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാർത്തകരും കപ്പലുകളും വന്നെത്തുന്ന സുരക്ഷിതമായ അന്താരാഷ്ട്ര വ്യാപാര കേന്ദ്രമായിരുന്നു അന്ന് കോഴിക്കോട്. കൂടാതെ കണ്ണൂർ, പന്തലായനി, കൊല്ലം തുടങ്ങി കേരളത്തിലെ പ്രമുഖ തുറമുഖ നഗരങ്ങളും അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. കേരളത്തിലെ സമൃദ്ധമായ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തെക്കുറിച്ചും ശാന്തവും മനോഹരമായ അന്തരീക്ഷത്തെക്കുറിച്ചും ഇവിടുത്തെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിത രീതികളെക്കുറിച്ചും അദ്ദേഹം വളരെ വിശദമായി കുറിച്ചുവച്ചു. യാത്രകളിലുടനീളം കണ്ടുമുട്ടിയ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെയും മനുഷ്യരെയും രാജ്യങ്ങളെയും കുറിച്ച് അദ്ദേഹം തയ്യാറാക്കിയ അപൂർവ കുറിപ്പുകളാണ് പിന്നീട് റിഹ്ല എന്ന ലോക പ്രശസ്തമായ യാത്രാ വിവരണ ഗ്രന്ഥമായി മാറിയത്. സാങ്കേതിക വിദ്യകളും യാത്രാ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലത്ത് വിവരശേഖരണത്തിനായുള്ള അഗാധമായ ആഗ്രഹവും ധൈര്യവും കൊണ്ട് ലോക ചരിത്രത്തെ സമ്പന്നമാക്കിയ ഇബ്നു ബത്തൂത്തയുടെ ജീവിതം എക്കാലത്തെയും മഹത്തായ യാത്രാ അനുഭവങ്ങളുടെയും ചരിത്രാന്വേഷണങ്ങളുടെയും ഒരു ഉജ്ജ്വല പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു.